ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറണം. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. പിന്നെ പിക്കപ്പ് ലോ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് കവർ മാറ്റാം, ഫ്ലോർ മാറ്റ്, റൈറ്റ് സൈഡ് മിറർ യോക്കൊക്കെ ലൂസുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. കിലോമീറ്റർ വർക്കിംഗ് അല്ല, 15,699 മീറ്ററിൽ കാണുന്ന റീഡിങ്. ഓഡോമീറ്റർ ക്ലിയർ അല്ലാന്ന് തോന്നണോ, കാരണം എന്താ വെച്ചാൽ കിലോമീറ്റർ ഇത്രയും കണ്ടാൽ പോരാ ശരി. അപ്പോൾ നിലവിൽ മീറ്ററിൽ കാണുന്നത് ഈ പറഞ്ഞ കിലോമീറ്ററാണ്. 15,699 കിലോമീറ്ററാണ് മീറ്ററിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. എൻ്റെ പിക്കപ്പ് ലോൻ്റെ കേസ് നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ ഭാഗത്തുള്ള യോക്ക് ലൂസ് ഉണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയത്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള പാർട്സുകൾ, ഡാമേജ് ഉള്ള തേമാനം കൂടുതലുള്ള പാർട്സുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ള ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും. അതിന് മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ള ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസിൽ വരുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ലൈനറൊക്കെ പുതിയ ലൈനർ കിടക്കണേ. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അത് അത്യാവശ്യം തുരുമ്പൊക്കെ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ നോക്കി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. പരമാവധി ഉപയോഗിക്കുക. അഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ചുരുങ്ങിയത് ഒരു 1000-1250 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ പരമാവധി ഓടിക്കുക. അതിന് ശേഷം കംപ്ലയിൻറ്റ് കൂടുതൽ ലീക്കേജോ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ കാണിക്കുന്ന സമയത്ത് അഴിച്ച് മാറ്റിയാൽ മതി. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ. പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചു. ക്ലച്ചിനകത്താണ് നമുക്ക് ആ വലിയ കുറവിൻ്റെ ഒരു കാരണം നിൽക്കുന്നത്. അതിനകത്ത് ഓൾറെഡി നമുക്ക് ഈ ക്ലച്ച് ഗ്രീസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് ക്ലച്ച് ഗ്രീസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസ് ചെയ്തേക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടാം. പിന്നെ അത് കൂടാണ്ട് ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വലിയ പഴക്കമുള്ളതല്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. ഈ 2 ഐറ്റം മാറ്റിയതിന് ശേഷം ക്ലച്ച് ഗ്രീസിങ് ക്ലിയർ ചെയ്ത് ആവശ്യത്തിനുള്ള ഗ്രീസിങ്ങിലേക്ക് ആക്കാം. കാരണം ഒരല്പം ഗ്രീസ് ഓവർ ഹീറ്റിംഗ് വന്നിട്ട് ഭാഗത്തേക്ക് ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതിനകത്ത് ഈ ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആണ്. നിലവിൽ കംപ്ലയിൻ്റ് ആണ്. കാരണം ഈ ഭാഗം സ്പ്രിങ്ങൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണ്ടോയെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്താലും വർക്ക് ചെയ്യും. പക്ഷേ വലിയ താമസമില്ലാണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് രണ്ടാമത് വണ്ടി കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ബെൻഡെക്സ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. സ്പ്രിങ്ങൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ സ്റ്റക്കായ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സെൽഫ് അടിച്ചാൽ എടുക്കില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാഗ്. വണ്ടി ഒരു മൂളിച്ചൊക്കെ ഓൾറെഡി നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ആരംഭമാണ്. കയ്യോടെ നമുക്കത് മാറ്റി കളയുകയാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെയാണ് മാറിപ്പോകും. പിന്നെ നമ്മുടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ അവിടെ കവർ ഗ്യാസ്കറ്റൊക്കെ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കവർ ഗ്യാസ്കറ്റ് മൗണ്ട് റോഡ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. ചോക്ക് കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല കേബിളാണ്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി, നല്ല കേബിളാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകൾ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. കാർബറേറ്റർ ജനറൽ സർവീസിൽ നമുക്ക് ക്ലീനിങ് ഇല്ല. നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുക കേട്ടോ. നിലവിൽ ഇപ്പോഴത്തെ കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, നാളെ കാണിക്കാം, 1 മാസം കഴിഞ്ഞിട്ട് കാണിക്കാം, 2 മാസം കഴിഞ്ഞിട്ട് കാണിക്കാം. എന്തായാലും കംപ്ലയിൻറ്റ് വരും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോഴത്തെ പെട്രോളിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയും കംപ്ലയിൻസിലേക്ക് ആയിട്ടുണ്ട്. കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് നമ്മളത് നോക്കിയാൽ മതി. ഇപ്പം നമ്മളത് അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റാണ്. നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. നമ്മളുടെ വണ്ടി ഉപയോഗം ഈ പറഞ്ഞ രീതികൾ നല്ല ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള വഴിക്ക് ആയതുകൊണ്ട് മാക്സിലിട്ട് കുറച്ചും കൂടുതലൊക്കെ കുറക്കേണ്ടതൊക്കെ വന്നതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ബുഷ് കാര്യങ്ങൾ പോകുന്നതും. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരുന്നതിൻ്റെയും റീസൺ അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻ ബുഷ് മാറ്റാം. കോളർ ബുഷൊക്കെ മാറ്റിയിട്ട് ലിങ്കിൻ്റെ കോളർ ബുഷും മാറ്റി റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം, പുതിയ ലൈനറാണ്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മൺകാടും കൂടി മാറ്റിയിടാനുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 11.62 ലോഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിലെ യോക്കണ് കിടന്ന് ഇളകണേ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാം. ഈ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിലാണെങ്കിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
വൈകിട്ട് ഒരു 6 മണി 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ആവുള്ളൂ. പിന്നെ കൂട്ടത്തിൽ ഫ്ലോർ മാറ്റ് സീറ്റ് ഓറിയൻറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എസ്റ്റിമേറ്റ് കാണിച്ചേക്കാം കേട്ടോ. ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഏകദേശം ഒരു 6:30 7 മണിയൊക്കെ ആവും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുമേ. അതിക്ക് മുമ്പാവുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ കോൺടാക്ട് ചെയ്തേക്കാം. ഓക്കെ.